അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടുവരിക ഫസ്റ്റ്. അതൊരു വിൻറ്റേജ് തീമിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഫെബ്രുവരിയിൽ ഞാനൊരു പുതിയൊരു ജേർണൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നൈറ്റാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ക്ലിയറിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ച് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത പേജ് നോക്കാം. ഞാൻ കുറച്ച് കാലമായി മുമ്പ് കഴിച്ചിരുന്ന ലേസും അങ്ങനെയുള്ള പിങ്കോ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഈ ഒരു ജേർണൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജേർണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. ഇതിൽ ഞാൻ ഒരു കോട്ട്സോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫുൾ ആ ലേസിന് കിട്ടിയിട്ടുള്ള കോട്ട്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ജേർണൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറേ സാധനങ്ങളില്ലാതെ നമുക്ക് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാതെ നമുക്ക് ജേർണൽ ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ നിന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അതൊക്കെ അരഞ്ചെടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സ് ആയപ്പോൾ അടിപൊളി തന്നെയായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പേജ് നോക്കുകയാണ്. അപ്പോൾ അടുത്ത പേജിൽ ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് കാണുന്ന കുറച്ച് പേപ്പേഴ്സ് ആണ് കേട്ടോ. ഇത് ഒരു ഗ്ലിറ്റർ പേപ്പർ പോലത്തെ ഗ്ലിറ്റർ പേപ്പർ എല്ലാം അങ്ങനത്തെ ഒരു പേപ്പറാണ്. പിന്നെ ഇത് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന നമ്മളെ ബ്ലൂ കളർ പേപ്പറാണ്. പിന്നെ അതിലേക്ക് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സ്ഥലത്ത് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പഠിച്ച 1, 2 അങ്ങനെ ക്ലാസ് LKG അങ്ങനെ ക്ലാസ്സിലൊക്കെ ബുക്കിലൊക്കെ നിറയെ സ്റ്റിക്കേഴ്സ് ഉണ്ടാകും. അതൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കിട്ടും. അങ്ങനെ ഈ ഒരു പേപ്പർ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ യെല്ലോ പേപ്പർ ഒന്ന് ബ്ലൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ഇതിൽ ആ സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ച് നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അങ്ങനെ ആ സ്റ്റിക്കേഴ്സ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടിലായിട്ട് ഞാൻ ഒന്നിൽ എൻ്റെ റൂമിൽ വെക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒന്നിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുമാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമല്ല കേട്ടോ നമുക്ക് എഴുതാൻ പറ്റുക, നമുക്ക് മലയാളത്തിലും ഇതിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇംഗ്ലീഷിൽ തന്നെ ജേർണൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ലാങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാ എനിക്ക് റൂമിൽ വെക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇതിലേക്കൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂളിൽ വാർഷികമായിരുന്നു ജനുവരി 31. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊന്നും ഇല്ലാതെയും നമുക്ക് ജേർണൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ജേർണൽ ചെയ്യണത് നമ്മുടെ സ്വന്തം ലാംഗ്വേജായ മലയാളത്തിലാണ്. അപ്പോൾ ഞാൻ വാർഷിക ദിവസത്തിൻ്റെ മുകളിൽ മലയാളത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ വാർഷിക ദിവസത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഈ ജേർണൽ ഫിൽ ചെയ്യാൻ കേട്ടോ. മലയാളത്തിൽ ജേർണൽ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇംഗ്ലീഷ് ജേർണൽ ചെയ്യാനേക്കാൾ ഒന്നുകൂടി രസം മലയാളത്തിലാണെന്ന് എനിക്ക് അപ്പോൾ തോന്നിട്ടോ. അങ്ങനെ നമ്മൾ ആ വാർഷിക ദിവസത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു പേജിൽ എഴുതി കൊടുക്കുകയാണ്. നമ്മൾ വാർഷിക ദിവസം ജേർണൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ ഇംഗ്ലീഷൊക്കെ ഉണ്ട് അതിനിടയിൽ. അപ്പോൾ ഈ നെക്സ്റ്റ് പേജ് വളരെ സിമ്പിളാണ്, സ്റ്റിക്കേഴ്സ് ഒന്നുമില്ല, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പിങ്ക് പെന്നെടുക്കാം. പിങ്ക് പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വിഷ് ലിസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ഇതിൽ വലുതാക്കിയിട്ട് എഴുതി കൊടുക്കുക. പേജിൽ വലുതാക്കിയിട്ട് സെൻറ്ററിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ആരോസ് അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ.
കുറച്ച് ഏരോസും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നമുക്ക് നമ്മളെ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. ജോണും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റിക്കറൊന്നും ഇല്ലാതെ കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജ് ഞാൻ പേജ് വിട്ടിട്ടാണ് ഈ ഒരു ജേണൽ ചെയ്തത് കേട്ടോ. അറിയാതെ വേറെ പേജിൽ പോയി ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ജേണൽ നമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജേണലാണ്. അതിനൊരു യെല്ലോ ഗ്ലിറ്റ് പാറ്റേൺ പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മളെ ഇതുണ്ടാവില്ല ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടൊക്കെ വരച്ചുണ്ടാക്കാം. പിന്നെ ഇതുണ്ടായപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തു. എൻഡിൽ നിന്ന് ലെറ്റേഴ്സ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ പേജാണല്ലോ. സിമ്പിളായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു പേജും കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഈ ഒരു ജേണലിൽ നല്ലൊരു മെമ്മറി തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. കുറേ കാര്യങ്ങൾ ഈ ഒരു ജേണലിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ മെമ്മറീസും ഈ ഒരു ജേണലിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജേണലിൻ്റെ ബുക്ക് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു ജേണലായിരുന്നു നമ്മൾ ഇത്രയും ആക്കിയെടുത്തത്. ഏത് ജേണലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിലേത് ചാനൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.